നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം നടക്കുമ്പോൾ നരേന്ദ്രമോദിജി സർക്കാർ ആർമി ഉപയോഗിച്ചിട്ട് സെക്യൂരിറ്റി വഴി റീ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഒരു വാക്ക് കോൺഗ്രസ് പാർട്ടി പറഞ്ഞില്ല. സ്റ്റുഡൻസ് അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവിടെ പോയില്ല. ഇത് എന്താണ് എപ്പോഴും ഈ പാർലമെന്റ് സെഷന് മുമ്പ് ഇവരുടെ ഒരു രാഷ്ട്രീയം? ഇത് ചോദിക്കേണ്ടതല്ലേ? ഇതൊരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇതിനെക്കുറിച്ച് നമ്മുടെ മുൻ വൈസ് ചാൻസലറും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം സംസാരിക്കും. എന്തുകൊണ്ട് മറ്റേ ലീഗ്സിനെ കുറിച്ചൊന്നും അതൊരു പ്രശ്നമല്ല? അത് ജമ്മു കാശ്മീരിൽ നടക്കുന്നുണ്ട്, ഹിമാചൽ പ്രദേശിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്. അവിടെ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് ഒരു സ്കൂട്ടിനി നടത്തണം. എന്തുകൊണ്ട് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി പാർലമെന്റ് ഡിസ്കഷൻ അവർ ചോദിക്കുമ്പോൾ സർക്കാർ അത് സമ്മതിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത് ചെയ്യാണ്ട് ഇരിക്കാൻ എന്താണ് അവർക്ക് ഒരു ഹെസിറ്റേഷൻ? എന്തുകൊണ്ടാണ് അവിടെ ചർച്ച ചെയ്യാൻ ഒരു പേടി? ടി വി ഉണ്ട്, ചാനലുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം പാർലമെന്റിലല്ല അവിടെ അവതരിപ്പിക്കുന്നത്. സ്റ്റുഡന്റിന്റെ അവകാശങ്ങളുടെ പേരിൽ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത് ഹൈ സെക്യൂരിറ്റി പ്രൈം മിനിസ്റ്ററിന്റെ വീടിന്റെ ചുറ്റുമുള്ളത് ഹൈ സെക്യൂരിറ്റി ഏരിയ ബ്രീച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത്. അത് എന്തിനു വേണ്ടി? അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണോ? അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ? ജനാധിപത്യം അട്ടിമറിക്കാനാണോ? ഇത് 3 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ പോയിട്ട് എന്താണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന് മേലെ ഓത്തെടുത്ത മുഖ്യമന്ത്രി ഞാൻ ലോ ബ്രേക്ക് ചെയ്യില്ല, പിന്നെ എങ്ങനെയാണ് ഹൈ സെക്യൂരിറ്റി ഏരിയ ബ്രീച്ച് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നത്? നോക്കൂ, ഇതൊരു ചർച്ചാ വിഷയമാണ്. കുട്ടികളുടെ ഭാവി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. നീറ്റ് എക്സാമോ ഏത് എക്സാമിന് ലീക്ക് ഉണ്ടായാൽ അത് കുട്ടികളുടെ ഭാവി ബാധിക്കും, കുട്ടികളുടെ വിശ്വാസം എഡ്യൂക്കേഷൻ സിസ്റ്റമിന് ബാധിക്കും. അതെല്ലാം കറക്റ്റാണ്, നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷെ ജനാധിപത്യമാണ്, ഇത് ചൈനയല്ല, ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, എനാർക്കി അല്ല ഇവിടെ ആവശ്യം. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഇവരുടെ ട്രാപ്പിൽ പെടരുത്. ഞാൻ കുട്ടികളോട് അഭ്യർത്ഥിക്കുകയാണ്, ഇതെല്ലാം ചർച്ച ചെയ്യാൻ പാർലമെന്റ് ഒരു ഫോറമാണ്. ഗവൺമെന്റ് പിന്നീട് ഒപ്പം എൻഗേജ് ചെയ്യും, നിങ്ങൾ രാഷ്ട്രീയക്കാരെ ഒപ്പം എൻഗേജ് ചെയ്യും. പക്ഷെ വയലൻസ് നിങ്ങൾ കൊണ്ടുവരരുത്, വയലൻസിന്റെ ഭാഗമാവരുത്. എനാർക്കി, ഡെമോക്രസിയിൽ എനാർക്കിക്ക് ഒരു സ്പേസ് ഇല്ല, കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ വാക്കിൽ എടുക്കുന്നു. ബാക്കി